ഹലോ. ഇന്ന് ഞാൻ ഓൺലൈനായിട്ട് നമ്മുടെ ഗാർഡനിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. കുറച്ച് പോട്ടും പിന്നെ ഒരു സ്റ്റാൻഡൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ വിലയൊക്കെ ഇവിടെ നഴ്സറിയിൽ, ബാംഗ്ലൂർ നഴ്സറിയിൽ അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്തപ്പോഴും ചില ബ്രാൻഡിൻ്റെയൊക്കെ ഭയങ്കര റേറ്റാണ്. 5 പോട്ടൊക്കെ വെക്കുന്നതിന് നല്ല റേറ്റാണ്. 2 പോട്ട് വെക്കുന്നതിന് തന്നെ 1000 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കുറേ തപ്പി തപ്പി കിട്ടിയപ്പോൾ എനിക്കൊരു 5 പോട്ട് വയ്ക്കുന്ന സ്റ്റാൻഡ് കിട്ടി. അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെ എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് കിട്ടി കേട്ടോ. അത് മെറ്റലിൻ്റെ സ്റ്റാൻഡാണ്. ബ്ലാക്ക് കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. പെയിൻറ്റും അതുപോലെ മെറ്റലും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. നല്ല ബലമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏതോ ഒരു കാലിന് ചെറിയൊരു നീളക്കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ. അത് പോട്ടൊക്കെ വെച്ച് കഴിയുമ്പോൾ ശരിയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ 5 പോട്ട് വയ്ക്കാനുള്ള സ്പേസ് നമുക്കുണ്ട്. 5 പോട്ട് വയ്ക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡിൻ്റെ വില വന്നിട്ട് 1049 രൂപയാണ് കേട്ടോ. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഹൈറ്റ് നിങ്ങൾ കണ്ടല്ലോ, അത്രേ ഹൈറ്റ് ഉള്ളൂ. ഞാൻ കുറച്ചും കൂടി ഹൈറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസിന് ഇത് റീസണബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇടയ്ക്ക് 2 കമ്പിയുണ്ട്. അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് എല്ലാ തടിക്കഷ്ണമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പോട്ട് വെക്കണം. അപ്പോൾ നമുക്ക് മൊത്തം 6 പോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനിവിടെ പ്ലാന്റ്സൊക്കെ ഒരു സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല. നല്ല വെയിറ്റ് ഉള്ളതൊക്കെ നമുക്ക് വയ്ക്കാനും പറ്റും. അത്ര നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അടിയിൽ സക്കുലൻസ് ഒക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാം വെള്ളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോഴേ ഇത് നനയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ തന്നെയാണ്. സക്കുലൻസ് ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ വെള്ളത്തിലൊന്ന് വെച്ച് ട്രൈ ചെയ്യണം കേട്ടോ. സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം എങ്ങനെയാണ് നടണ്ടേന്നുള്ളതൊക്കെ. പിന്നെ മേലെ വന്നിട്ട് ഒരു പോട്ടിൽ സ്പൈഡർ പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വേറെ ഒന്നിൽ ചൈനീസ് എവർഗ്രീൻ. ഇത് പോട്ടൊന്നുമല്ല കേട്ടോ, ഇത് ചവനപ്രാശത്തിൻ്റെ കുപ്പിയാണ്. അതിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ. പിന്നെ മേലെ വന്നിട്ട് നമ്മൾ മണി പ്ലാന്റ് ഉണ്ടല്ലോ, മണി പ്ലാന്റ് 1-2 ടൈപ്പ് മണി പ്ലാന്റ് ജോയിൻ ചെയ്തിട്ട് അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വളരുമൊന്നുമില്ല. അവിടെ തന്നെ ഒന്ന് ഹാങ് ആയിട്ട് കുറച്ച് നിൽക്കാനേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, ആ ചവനപ്രാശത്തിൻ്റെ കുപ്പിയൊക്കെ പുറം ഇതൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ നല്ല വൈറ്റ് കളറിലൊരു പോട്ട് പോലെ കിട്ടും കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് തന്നെ അങ്ങ് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ സ്റ്റാൻഡ്. ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പോട്ടുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹാങ്ങിങ് പോട്ട്സ് ആണ് ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ 10 ഹാങ്ങിങ് പോട്ട്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ വില ചോദിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പം ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടി. അപ്പോൾ ഇതിന് വന്നിട്ട് 269 രൂപയായിരുന്നു കേട്ടോ ഈ ഒരു 10 എണ്ണത്തിന്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പ്ലാസ്റ്റിക് തന്നെയാണ്. നമ്മൾ ഇതിനകത്ത് ഭയങ്കര വെയിറ്റുള്ള മണ്ണൊന്നും നിറയ്ക്കാറില്ല. മണ്ണും ചകിരിച്ചോറും കൂടി ആകുമ്പോൾ വളരെ കുറച്ച് വെയിറ്റേ വരുള്ളൂ. അതുപോലെ നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. ആ ഒരു ഹാങ് ചെയ്യുന്ന പോർഷൻ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമുക്ക് ബാൽക്കണിയിലെ റെയിലിൽ വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ റെയിലിലൊക്കെ തൂക്കാം. അതുപോലെ കർട്ടനിടാത്ത ജനലുണ്ടെങ്കിൽ അവിടെയൊക്കെ, ഇപ്പോൾ എനിക്ക് കർട്ടനിടാത്തൊരു ജനലുണ്ട്, അവിടെ തൂക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ടിട്ട് പ്ലാന്റ്സ് വളർത്താൻ വളരെ നല്ലതാണ്. 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എണ്ണത്തിന് ഒരു 226 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ആ ഒരു പോട്ടും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വേറൊരു സെറ്റ് പോട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇൻഡോറിൽ വെക്കാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് പോട്ടാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ പാക്കേജിങ്ങും നല്ലതായിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റാൻഡിൻ്റെ പാക്കേജിങ്ങും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പോട്ടിൻ്റെ പാക്കേജും അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു പോട്ടിൻ്റെ പാക്കേജ് നല്ലതായിരുന്നു. നല്ല വൃത്തിയായിട്ട് അവർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഒരു ഗ്ലോസി ഫിനിഷ് അല്ല ഇതിന് വരുന്നത്, ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഹോൾസ് ഒന്നും ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പ്ലാന്റ്സ് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. അപ്പോൾ അതുകൊണ്ട് ഹോൾസ് ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല. അത് എന്തായാലും നല്ല കാര്യമാണ്. കാരണം ഞാൻ ഇൻഡോറിൽ വാട്ടർ പ്ലാന്റ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പോട്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഈ ഒരു പോട്ടിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 39 രൂപയാണ് വരുന്നത്. ഇത് കണ്ടോ, ഈ കുഞ്ഞിപ്പോട്ട് വന്നിട്ട് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. 2.5 ഇഞ്ചിൻ്റെ പോട്ടാണ്. ഈ പോട്ടിൻ്റെ വില 40 രൂപയാണ് ഒരെണ്ണത്തിന്. ഇപ്പുറത്തിരിക്കുന്ന 4.5 ഇഞ്ചിൻ്റെ പോട്ടാണ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. 6 എണ്ണം വാങ്ങിച്ചപ്പോൾ 330 സംതിങ് രൂപ, 320 സംതിങ് രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് എത്ര വരും? ഏകദേശം ഒരു 39 രൂപയേ വരുള്ളൂ. അപ്പോൾ എങ്ങനെ വന്നാലും പുറത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും വില കുറച്ചാണ് എനിക്ക് ഓൺലൈനായിട്ട് കിട്ടിയത്. പക്ഷേ നാട്ടിലെ വില എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ബാംഗ്ലൂരിലത്തെ നഴ്സറിയിലെ റേറ്റാണ് കേട്ടോ ഞാൻ പറയണേ. നാട്ടിൽ ഇതിലും വില കുറച്ച് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ
നോക്കുക. വില കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വിലക്കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഞാൻ ലിങ്കും വിലയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.